വെളിപ്പാട് പുസ്തകത്തിലെ ഏറെക്കുറെ അവസാനത്തെ അധ്യായമാണ്. സന്തോഷത്തിൻ്റെ ദൂതുമായി മാലാഖ വീണ്ടും അവതരിച്ചെന്ന് നനച്ചതാണ്. പക്ഷെ 2 മിനിറ്റിനിടെ 2 വട്ടം ആഞ്ഞടിച്ച കിലിയൻ ചോലിയിൽ പതറിയെന്നതും നേരാണ്. ഡച്ച് ചോലിയും ക്രൊയേഷ്യൻ പേമാരിയും താണ്ടിയതിൻ്റെ ഉൾക്കരുത്ത് അപ്പോഴും ബലം തന്നതാണ്. അധിക സമയത്തെ സന്തോഷവും ചോലിയിൽ കടപുഴകിയപ്പോൾ വീണ്ടും നിരാശപ്പെട്ടതാണ്. ഇനിയും അയാളെ പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കളിദൈവങ്ങളിൽ ആർക്കായിരിക്കും തോന്നിയിട്ടുണ്ടാവുക, അറിയില്ല. മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിൽ വീണ്ടും നീളത്തിലുള്ളൊരു കൈ സഹായത്തിനെത്തുന്നു. ചുവപ്പു മഷി കൊണ്ട് അടിവരയിട്ട ഈ അധ്യായത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽക്കാരൻ്റെ രൂപം എന്തായിരിക്കും? ലുസൈൽ സ്റ്റേഡിയത്തിന് മുകളിൽ ഉയർന്ന ശാപമോക്ഷത്തിൻ്റെ വെളുത്ത വാവിനെ നോക്കി അയാൾ പുഞ്ചിരിച്ചു. തനിക്കായി മാത്രം മുളച്ചു പൊന്തിയ മണൽപുറ്റുകളെ നന്ദിയോടെ നോക്കി. കിരീടമില്ലാത്ത രാജാവിന് ഖത്തർ രാജാവ് തൻ്റെ കിരീടമണിയിക്കണമെന്നതും മറ്റൊരു നിയോഗമാകണം. കാലവും ചരിത്രവും പിന്നെ അമീറും ചേർന്ന് ഫുട്ബോളിൻ്റെ പുതിയ ഖലീഫയ്ക്ക് തങ്ക കസവുള്ള മേലങ്കി ചാർത്തി. കാത്തിരിപ്പിൻ്റെ നോവും വേദനകളുമെല്ലാം അലിഞ്ഞില്ലാതായ നീലാകാശത്തേക്ക് ലിയോണൽ മെസ്സി മോഹക്കപ്പുയർത്തി. തുകൽ പന്തിൻ്റെ ആത്മാവ് തേടിയുള്ള ഒരു റൊസാരിയോക്കാരൻ്റെ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.